We are going to discuss about some examples of simple harmonic motion. First of all, oscillations due to a spring. We can see a spring with a mass attached to it. If the block is pulled on one side and is released, it then executes a to and fro motion about a mean position. സ്പ്രിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മാസ് റിലീസ് ചെയ്താൽ സ്പ്രിങ് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു എബൌട്ട് എ മീൻ പൊസിഷൻ. വി നോ അറ്റ് എനി ടൈം ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ആക്ടിംഗ് ഓൺ ദ ബ്ലോക്ക് ഈസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. The constant of proportionality K is called spring constant. A stiff spring has large K and a soft spring has small k. സ്പ്രിങ് സ്റ്റിഫ് ആണെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ലാർജ് ആയിരിക്കും. സോഫ്റ്റ് സ്പ്രിങ്ങിൻ്റെ കേസിൽ സ്പ്രിങ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ സ്മോൾ ആയിരിക്കും. The equation is same as that of the force law for simple harmonic motion, and therefore the system executes a simple harmonic motion. We know the frequency of oscillations is given by omega is equal to root of k by m. We have already proved that omega square is equal to k by m. That is, omega is equal to root of k by m. Then the period is given by t is equal to 2 pi into root of m by k. This is the period of oscillation of a spring. Next, we are going to discuss simple pendulum. A simple pendulum consists of a particle of mass m called the bob of the pendulum, suspended from one end of an unstretchable massless string of length L fixed at other end. നമുക്കറിയാം, ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എം മാസുള്ള ബോബ് സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസാണ്. ഒരു സ്ട്രിങ്ങിൽ ലെങ്ത്ത് എല്ലുള്ള ഒരു സ്ട്രിങ്ങിൽ കെട്ടി തൂക്കിയിട്ടിട്ടുള്ള ഒരു ബോബ്. അതാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ സ്ട്രക്ചർ. ഈ സിമ്പിൾ പെൻഡുലത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആർ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ടെൻഷൻ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ടി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജി. എം ജി ഹാസ് ടു കമ്പോണൻറ്റ്സ്, എം ജി കോസ് തീറ്റ ആൻഡ് എം ജി സൈൻ തീറ്റ. ഫ്രം ദ ഡയഗ്രാം ടി ഈസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ. That is, mg cos theta cancel with the tension T in the string. And mg sin theta acts as the restoring force. Therefore, the restoring torque is given by tau is equal to minus mg sin theta into L. ഇവിടെ ടോർക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് എം ജി സൈൻ തീറ്റ ഇൻറ്റു എൽ. ഒരു നെഗറ്റീവ് സൈൻ ഈസ് ഗിവൺ, കാരണം എം ജി സൈൻ തീറ്റ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിരുന്നു. വി നോ ദാറ്റ് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. സോ വി ക്യാൻ റൈറ്റ് ഐ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ സൈൻ തീറ്റ. ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ. ഇവിടെ തീറ്റ റേഡിയനിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ദെയർഫോർ ഐ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ തീറ്റ ആൻഡ് ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ ബൈ ഐ ഇൻറ്റു തീറ്റ. ബട്ട് the moment of inertia of the bob is given by I is equal to ml square. We know moment of inertia I is equal to mr square. ഹിയർ ആറിന് പകരം നമ്മൾ എൽ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എം എൽ സ്ക്വയർ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഐ ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് വി ഗെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ ഡിവൈഡഡ് ബൈ എം എൽ സ്ക്വയർ തീറ്റ.
Therefore, alpha is equal to minus g by L into theta. That is, angular acceleration of the pendulum is directly proportional to angular displacement, but opposite sign. Thus, the motion of the simple pendulum swinging through the small angles is sh. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആൽഫ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു തീറ്റ. കാരണം ജി ബൈ എൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെയും ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ സിമ്പിൾ ഹാർമോണിക് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. Now, what is the period of a simple pendulum from the above equation? ഈ ഇക്വേഷനെ കമ്പയർ ചെയ്യുമ്പോൾ we know acceleration is equal to minus omega square x. So, comparing these two, we can write omega square is equal to g by L, or omega is equal to root of g by L, or 2 pi by t is equal to root of g by L. Therefore, t is equal to 2 pi into root of L by g. And frequency nu is equal to 1 by 2 pi into root of g by L. We can see time period is independent of mass of the bob, amplitude of oscillation theta, and depends only on length of the pendulum L and acceleration due to gravity. അപ്പോൾ മാസ് ഓഫ് ദ ബോബിനെയും ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷനെയൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ലെങ്ത് ഓഫ് ദ പെൻഡുലത്തെയും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും മാത്രമാണ് ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് എ സെക്കൻഡ്സ് പെൻഡുലം? സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ എ പെൻഡുലം ഹൂസ് പീരിയഡ് ഈസ് 2 സെക്കൻഡ്. പീരിയഡ് 2 സെക്കൻഡ് ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം. രണ്ടാമത്തെ എന്ന അർത്ഥത്തിലാണ് സെക്കൻഡ്സ് പെൻഡുലം എന്ന പ്രയോഗം. ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സെക്കൻഡ്സ് പെൻഡുലം? അത് നമ്മൾ പീരീഡിനുള്ള എക്സ്പ്രഷനിൽ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. വി നോ ടി ഈസ് ഈക്വൽ ടു 2 pi into root of L by g. Therefore, L is equal to t square g by 4 pi square. ഇതിനുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ടി ഇസ് ഈക്വൽ ടു 2 എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സെക്കൻഡ്സ് പെൻഡുലം ആയതുകൊണ്ട്. ദെൻ ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ലെങ്ത് ഓഫ് ദ സെക്കൻഡ്സ് പെൻഡുലം ഇസ് ഈക്വൽ ടു 1 meter. ഓക്കെ.